എന്താ ഇത്? എഞ്ചിനീയർ ഡാനിയൽ കൈക്കൂലി വാങ്ങിച്ചെന്ന്. എനിക്ക് സസ്പെൻഷൻ ഓർഡർ. എന്താ ഡേശി? സസ്പെൻഷൻ. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കൈക്കൂലി വാങ്ങിച്ചു? അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കില്ല അറിയില്ല. Lord, tell me, my Lord, ഡാനിയേൽ കൈക്കൂലി വാങ്ങിയോ? 30 വെള്ളിക്കാശിന് വേണ്ടി നിനക്ക് കുരിശും മുൾക്കിരീടമെന്ന യൂദാസുകൾ ഇന്നും എവിടെയുണ്ട്? ഇതാ അവരുടെ കുറ്റപത്രം എന്റെ ദേവിയും വന്നിരിക്കുന്നു. Tell me, Lord, am I guilty? Am I guilty? നീതികേടിന് കൂട്ടുനിൽക്കാത്തതാണ് എന്റെ തെറ്റ്. നീചന്മാരുടെ വലയിൽ വീഴാത്തതാണ് എന്റെ കുറ്റം. അങ്ങ് സമാധാനമായിരിക്കണം. നോ, സത്യമുള്ളവന് ഈ ലോകത്ത് സമാധാനമില്ല. നിന്നേക്കാൾ പരിശുദ്ധനാണ് ഞാൻ. ഈ പട്ടികളുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങില്ല. Never. Never. I'm Daniel. ഇപ്പൊ ഡാനിയൽ സാഹിബിന്റെ ഗതി എന്തായടാ? ഞാൻ അടലിപ്പാമ്പാണെന്ന് അവൻ അറിഞ്ഞില്ല. കടിച്ചാൽ 7-ാം ദിവസം വിഷം കയറും. കൈക്കൂലിക്കാരനാക്കിയല്ലേ? കൈക്കൂലി വാങ്ങിയത് കൊണ്ടല്ലേ സാർ മേശയിൽ നിന്നും പണം കണ്ടെടുത്തത്? നിന്റെ തന്ത കൊണ്ടുവച്ചതായിരിക്കും ആ പണം. ഈ ഓഫീസ് ഇപ്പോൾ എന്റെ ചാർജിലാണ്. കുടിച്ചുകൊണ്ടുവന്നിവിടെ വഴക്കുണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിപ്പിക്കും. അങ്ങ് വീട്ടിലേക്ക് പോണം. ഞാൻ പോകില്ല. കൽക്കരിയുടെയും തീയുടെയും ഗന്ധമുള്ളതാണ് എന്റെ ചോര. എന്റെ അവസാനം ഇവിടെ തന്നെയാണ്. പാല, ഈ മനുഷ്യനെ വിളിച്ചോണ്ട് പോകും. ഇല്ലെങ്കിൽ താൻ എന്തു ചെയ്യും? എടോ, നിങ്ങളുടെ എല്ലാം സാമർഥ്യം കൊണ്ട് ഇദ്ദേഹം സസ്പെൻഷനിലായി. ചിലപ്പോൾ ഡിസ്മിസും ചെയ്തേക്കും. ചിലപ്പോൾ അത് തന്നെ നടക്കത്തുള്ളൂ. പക്ഷേ ഞാനുള്ള കാലത്തോളം ഈ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ചോറ് തന്നെ അദ്ദേഹം ഉണ്ണും. ഐ ആം ഡിപ്രസ്ഡ്. എനിക്ക് ജീവിതം മതിയായി ബാല. ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ എന്റെ കുടുംബത്തെക്കാൾ സ്നേഹിച്ചാണ്. അതിന്റെ കൂലിയായിരിക്കും. സാർ, അങ്ങ് വിഷമിക്കരുത്. ഗ്രഹണത്തിന് തലവെക്കുന്ന കുറെ നീർക്കോഴികൾ കൊണ്ടുവരും. അവന്മാരുടെ മുമ്പിൽ അങ്ങ് കൈക്കുടിക്കാരനായിരിക്കാം. പക്ഷേ മറ്റു ജീവനക്കാർക്ക് അങ്ങ് ആരാണ് നല്ലതുപോലെ അറിയാം. വരണം. വരാനാ പറഞ്ഞത്. ആശാനെ, കുഞ്ഞപ്പൻ ഒരര ഇങ്ങ പോരട്ടെ. ആ പോരട്ടെ. ആശാനിത് ഇവിടുന്ന് ഓരോ പുതിയതിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ വന്ന് വീഴുന്നതാടാ കരിയപ്പലെ. ആശാനെ, സരോജനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താടാ അറിയാപ്പില്ലേ? ആളെ കൈ കിട്ടി കഴിഞ്ഞാ പിന്നെ ഒരു കലിയാ. ഒരുമാതിരി ഉള്ളവന് ഉടുതുണി ഇട്ടേച്ച് ഓടിപ്പോയി. എന്റെ അമ്മയ്ക്ക് ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, അടിച്ചില്ല കരണപ്പിക്കാൻ തെറിപ്പിക്കും. വല്ല പോലീസുകാർ വന്ന് കയറിയാൽ കഞ്ഞൂടി മുട്ടും. ഇതേപോലെ വല്ലോ നല്ല ചക്രം ഉണ്ടാക്കാനുള്ള സമയത്ത് എന്തിനാ വഴക്കൊക്കെ? നീ പോ ഇരടാ. എത്രയും 10. പോക്കറ്റ് നിറച്ച് കാശും ഒന്ന് വളർന്നു. ഒടുക്കത്തെ കുടിയായി പോയതാ. അവളെ അമ്മയ്ക്ക് പറഞ്ഞതിന്റെ വിഷമം കൊണ്ട് കുടിച്ചു പോയതാ. ഇഷ്ടമുള്ള സമയം എവിടെയാ നോക്കുന്നു കൂടുതൽ? അതിനല്ലേ സർക്കാർ പൈപ്പ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പൈപ്പിനകത്തോ? വല്ലാതെ കാണത്തില്ലേ? കാണുന്നവർ കണ്ണടച്ചോണ്ട് പോയിക്കോളൂ. സാർ വന്നാട്ടെ. അവക്ക് ഇരിക്കാൻ വേണ്ട ഒരു സ്ഥലമേ.
കയറിയത്. ഇഷ്ടമുള്ളത് തന്നാ മതി എന്നല്ലേ നീ പറഞ്ഞത്? അതിന് ഇതേ തന്റെ പെണ്ണുമ്പിള്ളിക്ക് കൊണ്ടേ കൊടുക്ക്. മര്യാദയ്ക്ക് 50 രൂപ തന്നു. 50 രൂപയോ? ഇതെനിക്ക് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള കാശാ. വീട്ടിൽ സാധിക്കുന്ന കാര്യം ഇവിടെ സാധിച്ചില്ലേ? ഒരേ കാശോ? കാശ് തരാതെ തന്നെ ഞാൻ വിടത്തില്ല. എന്തോ ഒരു വഴക്ക്. കാര്യം കഴിഞ്ഞപ്പോഴേ ഇയാൾ കാശ് തരുന്നില്ല. കാശ് കൊടുക്ക്. കൊണ്ടുപാടോ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള കാശാ. വീട്ടിൽ ഇത് കൊടുത്താൽ 10 രൂപയോ? എന്തിനാ? എന്തിനെന്ന് നീ വെച്ചു. 10 രൂപയോ? എടാ കാലമാടാ, നീ കൊല പഠിക്കത്തില്ല. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. എന്താ കാര്യം? 2-3 തെമ്മാടികൾ എന്നെ പിടിക്കാൻ ഓടിച്ചോണ്ട് വരുന്നു. അയ്യോ, നീ ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയോ? മാറി ഇവിടെ. ചേട്ടാ, അവളെ പിടിക്കാൻ വരട്ടെ. സംഗതി എന്താ? ഇവിടെ ഞങ്ങളുടെ കാശും മേടിച്ചിട്ട് ഓടിയിരിക്കുന്നു. കാശ് വാങ്ങിച്ചെങ്കിലേ മര്യാദയ്ക്ക് കൂടെ ചെല്ല. അയ്യോ ചേട്ടാ, ഞാൻ അത്രക്കാരിയല്ല. ദൈവസാക്ഷിയായിട്ട് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു. കാശ് മേടിച്ചിരിക്കണേ, കൈ നിറച്ച് കാശ് തരാം. വാടി. അയ്യോ, എന്നെ വിട്. ഓ, അങ്ങനെയാണോ സംഭവം? മര്യാദയ്ക്ക് അവളെ കയ്യിൽ നിന്ന് ഇവിടെ. അങ്ങനെ നോക്കോ? തല്ലല്ലേ, ഓടാ. നീ ഏതാ? എനിക്ക് ആരോരുമില്ല. ഞാൻ ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. അർദ്ധരാത്രിയാണോ ജോലി അന്വേഷിക്കുന്നത്? ഒരുപാടടുത്ത് അലഞ്ഞിട്ട് രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കിടക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഇവന്മാർ പുറകെ കൂടിയത്. ഓഹോ, നിന്റെ പേരെന്താ? സാവിത്രി. എന്നാല് ഇനിയും അവന്മാരുടെ മുമ്പ് പോയി ചാടാതെ ഈ കമ്പാർട്ട്മെന്റിനകത്ത് കിടന്നു. ഷട്ടേഴ്സൊക്കെ അടച്ചേക്ക്. നേരം വെളുത്തിട്ട് പോയേച്ചാ മതി.